ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റെയ്ഡോ? ഈ വാർത്തയാണ് ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ചുമ്മാതെ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പറ്റുമോ? ഈ ചോദ്യത്തിന് പ്രസക്തി ഏറെയാണെങ്കിലും തൽക്കാലം ഇതിന് ഉത്തരമില്ല എന്നതാണ് സത്യം. 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്റെ പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി. പഞ്ചാബിൽ നിന്നുമുള്ള മാനും അദ്ദേഹത്തിന്റെ അനുയായികളും ദേശീയ തലസ്ഥാനത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ നിയമവിരുദ്ധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികളായ BJPയും കോൺഗ്രസും ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നത്. പണം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് EC ഉദ്യോഗസ്ഥർ പറഞ്ഞുവെങ്കിലും റെയ്ഡ് നടത്താനായില്ല എന്നതാണ് സത്യം. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കയറാൻ EC സംഘത്തിന് ആദ്യം അനുമതി ലഭിച്ചില്ല എന്നത് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. എന്നാൽ പിന്നീട് പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷമാണ് അവർ അകത്തേക്ക് കടന്നത്. പക്ഷേ മുറികളുടെ വാതിലുകളിൽ പൂട്ടുണ്ടായിരുന്നത് കൊണ്ട് തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി ഡൽഹിയിലെ കപൂർത്തയിലെ വീടായിരുന്നു റെയ്ഡ് ചെയ്യാൻ ഡൽഹി പോലീസിനൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തിയത്. പഞ്ചാബിലെ ജനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഡൽഹി പോലീസും തെരഞ്ഞെടുപ്പ് ബോർഡിയും BJPയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാൻ ഈ സംഭവ വികാസത്തോട് പ്രതികരിച്ചു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ റെയ്ഡ് വരെ എത്തിയ കാര്യങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. अंदर जा पाए आप लोग? सर गेट पे खड़े हैं हम लोग। अभी अंदर कह रहे पेरी पेरी में देख लीजिए, लॉक लगे थे कमरे में। वी कैन नॉट वेट टिल इटर्निटी, सो वी आर गोइंग बैक। सर ऑफिस जा रहा हूँ सर। रिपोर्ट बनाएंगे इस पे। हाँ सर रिपोर्ट बनाएंगे सर। तो आपका जो सर्च था वो खत्म हो गया? क्या सर? सर्च कर पाए आप? नहीं हुआ सर। यहाँ पे आप रिटर्निंग ऑफिसर